എടാ ബിജോയ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പെൺകൊച്ചു വന്നിട്ടുണ്ട്. ഞാൻ വൈകിയാലും ഇവിടെ തന്നെ കഴിക്കുള്ളൂ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ പറഞ്ഞില്ലേ അശ്വതി പറഞ്ഞ് നീ കഴിച്ചിട്ടാ വരത്തുള്ളൂ എന്നാ നീ കഴിച്ചിട്ടങ്ങ് പോ. എൻ്റെ അനിയനുണ്ടല്ലോ, അവനാണ് പ്രശ്നം. അവൻ എന്നെക്കാളും മുടിഞ്ഞ ഗ്ലാമറാണ്. അവൻ ഈ പെൺപിള്ളേരായിട്ട് കമ്പനിയാണ് കേസിലുണ്ടല്ലോ, കില്ലാടിയാണ് കില്ലാടി. ഹോ, ഭയങ്കര സിങ്കാണ് അവൻ പെൺപിള്ളേരായിട്ട്. അവനും ഞാനും തമ്മിലൊരു മത്സരം വന്നു കഴിഞ്ഞാൽ ഞാൻ ജയിക്കില്ല. എൻ്റെ മാതാവേ, ഒരുപാട് മെഴുകുതിരി ഞാനിവിടെ കത്തിച്ചിട്ടുണ്ട്. ഇതെനിക്ക് വേണ്ടിയല്ല, എൻ്റെ കൂട്ടുകാരന് വേണ്ടിയാണ്. നേരിട്ട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അവൻ്റെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണും. എടാമ്പത്തെ മേജറിലോട്ടാ. നിന്നോടാരും പറഞ്ഞു? അമ്മ വിളിച്ചിരുന്നു? ഇല്ല, ശോഭിച്ചു പറഞ്ഞു. അപ്പം നീ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാ? ഇല്ല, അതേ കഴിക്കാൻ പോവാ. ആ, അതെന്തായാലും നന്നായി. ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചാണ് നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയും. ഇല്ല ഞാൻ കഴിച്ചോ, നല്ല ടേസ്റ്റാണ്. കഴിച്ചോടാ, കഴിച്ചോട്ടെ. പൊറോട്ടയും മുട്ടക്കറിയും കൊടുത്തില്ലേ? നാളെ നമുക്ക് അവന് പഴംപൊരിയും ബീഫും സെറ്റ് ചെയ്യാം. അവന് രാവിലെ അവന് കട തുറക്കണ്ടേ? അവനവിടുത്തെ അപ്രന്റീസ് അല്ല. ഒന്ന് ചുമ്മാ തിരിയടാ, അവനിപ്പം ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ജോലിക്ക് പോകുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. ഫ്ലക്സ് കടയിലല്ലേ അവന് ജോലി. എന്തിനാടാ നീ ചുമ്മാ അവനെ കളിയാക്കുന്ന? പിന്നെ നിനക്കിപ്പോ കല്യാണ വർക്കൊന്നും ഇല്ലേ? പിന്നെ കല്യാണ വർക്കിന്റെ അയ്യര് കളിയല്ലേ എൻ്റെ അമ്മോ. നിന്ന് ഞാൻ സമയത്തേച്ചേ. നമ്മുടെ ജംഗ്ഷനിലെ സ്റ്റുഡിയോയിലാട്ടോ വർക്ക് ചെയ്യുന്ന. വെറും സ്റ്റുഡിയോ അല്ലേ, ചൈത്രം ഡിജിറ്റൽ സ്റ്റുഡിയോസ്. അത്രയ്ക്ക് വലിയ സംഭവമൊന്നും ഇല്ല. നീ നമ്മുടെ രതീഷന്റെ കല്യാണാൽബം ഇതുവരെ കൊടുത്തിട്ടില്ലെന്നാണല്ലോ കേട്ടത്. പുള്ളി ആൾക്കാരെയും കൂടി സ്റ്റുഡിയോട്ട് വരുന്നുണ്ടെന്നാട്ടോ പറഞ്ഞത്. നീ ഒന്ന് സൂക്ഷിച്ചോ. ആണോ? പിന്നെ നല്ല തിരക്കുണ്ട് കടയില്ലേ? എന്താ മറ്റേ ആനയുടെ കോമഡി ആയിരിക്കും പറഞ്ഞാലേ. ഇന്നലെ ഞാൻ ഒരു ആനയുടെ കോമഡി പറഞ്ഞോടത്തുണ്ടായി. പുള്ളി ഇന്നലെ തട്ടുമെന്ന് പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് തട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാ പിന്നെ പുള്ളിയുടെ കോമഡി പറയാൻ അല്ല. പിന്നെ ഞാനിത് കൊറേ ആയി പറഞ്ഞിരുന്നില്ലല്ലേ, പറയണതായി എന്താണ് പറയുന്നത്. ഇറക്കും ഇവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്. മീനാക്ഷിക്ക് നല്ല ഫോട്ടോ വൈസ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞില്ലേ എന്നുള്ളൂ. നീ ഫ്രീ ആണെങ്കിൽ രണ്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണം. നീ വല്ലതും കഴിച്ചാ? നീ വല്ലതും കഴിച്ചാ? കഴിയാനാ? നീ കഴിക്കാണ്ടാക്കണ? ഞാൻ ശോഭിച്ചോടെ വെച്ചുട്ടാ. നീ ഇതാണോ ആവശ്യമില്ലാണ്ട് അവിടേക്ക് പോയി കഴിക്കാൻ പോകാം? ഞാൻ ഉണ്ടായി തരൂലേ? ഇന്നലെ അവർ അവിടെ ചെല്ലാത്തതിന് വല്ലതും പറഞ്ഞോ? അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ശോഭിച്ചൊരു കസിൻ വന്നിട്ടില്ല, നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടൊന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ലേ. ഞാൻ നിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പേരും നീ ഇവിടെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ പോണം? ഒരുപാട് ഷാൻ ചെയ്തിട്ടാ. എടി നീ പൊക്കോ, ഞാൻ വരാം. നീ ആലോചിക്കടാ എടാ വാവ വരുന്നില്ലേ ഫുഡ് കഴിക്കാൻ? എടാ വാവ വരുന്നില്ലേന്ന്. നിന്റെ ചിക്കൻ കറി സൂപ്പറാന്ന് പറയായിരുന്നു. നിന്റെ സാമ്പാറെങ്ങാനും കൂട്ടിയാലോ? ആ ചേട്ടൻ കഴിക്ക്. സാർ പറയുന്ന അവിടെ കേക്ക്. എന്നാ പറ. ഏത് നിമിഷം അവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. അതെങ്ങനെയെങ്കിലും തടയണം. ഒരു വഴി പറഞ്ഞു. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രമ്യയുടെ ബർത്ത്ഡേ ആണ്. എടാ ഒരു വഴി പറഞ്ഞ. എടാ ലളിതൻ ചേട്ടൻ്റെ കട 9 മണി വരെ ഉണ്ട്. നീ അവനെ അങ്ങോട്ട് വിട്. അങ്ങനെ സെറ്റ് ചെയ്യത്. ഓക്കെ. ഹലോ. ഓക്കെ ഓക്കെ. എടാ നീ നമ്മുടെ ലളിതഞ്ചൻ്റെ കടയില പഴംപൊരിയും ബീഫും ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല സാധനോടാ. ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്ന് കഴിച്ചിട്ട് പോകണമെന്നാണ് കേൾക്കണം. ഈ നമ്മൾ ഇത്ര അടുത്ത് വന്നിട്ട് കഴിക്കാണ്ടിരിക്കണ ഭയങ്കര മോശമല്ലേ? നീ ഇന്ന് അവിടെ പോയി കഴിച്ചോ? എനിക്ക് വല്ല തലയ്ക്ക് പ്രാന്തണ്ട. എന്തിനാ? രാത്രി കഴിക്കാൻ പറ്റിയ സാധനങ്ങളാ പഴംപൊരിയും ബീഫും. അമ്മനെ വിളിച്ചിരുന്നല്ലോ, ശോഭിച്ചിറന്ന് കഴിച്ചാൽ മതി പറഞ്ഞല്ലോ. ഒരു ശോഭേച്ചി. ഞാൻ അവിടെ പോയി കഴിക്കാൻ പോയപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് അത്ര സുഖം ഉണ്ടായില്ല. ഒരുമാതിരി വലിഞ്ഞേറി ചിലവരോട് പെരുമാറുന്നൊരു പെരുമാറ്റവും. അത് ശരി. അപ്പം നീ നല്ല കെട്ടില്ലേ? ഞാൻ അവിടെ തന്നെ അയച്ചോളാം. എടാ ഞാനവിടെ ജസ്റ്റ് ഒന്ന് പോയി ഇരുന്നോളൂടാ. ലളിതൻ ചേട്ടാ അവിടെ ഞാൻ ശോഭിച്ചിട്ടുണ്ട്. എടാ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ എനിക്കൊരു ക്യാമറ വാങ്ങിച്ചു. അത് ഞാൻ അപ്പം തന്നെ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചടാ. അല്ലായിരുന്നു ഞാൻ അവൻ്റെ പോലെ ഒരു ക്യാമറമാനായി മാറിയാണ്. പിതൃദോഷം. അല്ലെങ്കിൽ അവൻ്റെ പോലെ പണിയില്ലാണ്ട് വീട്ടിലിരിക്കാൻ. ഇപ്പം എന്താ നിന്റെ പ്രശ്നം? അവനിപ്പോൾ വീട്ടിലുണ്ടാവൂടാ. അവൻ ഈ ജോലിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയാൽ മതി. എനിക്കത് ആലോചിച്ചിട്ട് തന്നെ നമ്മൾക്കിവിടെ പണിയെടുത്ത് ചാവാണ്. സമാധാനം പോയല്ലോ ദൈവമേ. നീ ജിമ്മിൽ പോയിട്ട് വലിയ മസിലൊന്നും കാണുന്നില്ലല്ലോ. കഴിഞ്ഞ മാസം തൊട്ടല്ലേ പോയി തുടങ്ങിയുള്ളൂ. ഇത് എത്ര പെട്ടെന്ന് വരുന്നില്ല, കുറച്ച് സമയം എടുക്കും. ആ സമയം എടുത്തിട്ടാണേലും വന്നാ മതി. ഞാൻ സൺലൈറ്റിനോട് ഒരു 10,000 പ്രാവശ്യം പറയുന്നാടാ. അങ്ങേര് സമ്മതിക്കുന്നില്ല. തീർത്ത് തീരുമെന്ന് തോന്നുന്നു. നീ ഒന്ന് പറഞ്ഞു നോക്കിയേ. ശ്രമിക്കാം. നിന്റെ പണി നടക്കട്ടെ. എന്താണ് ഈ കാറ് ചോദിച്ചേക്കണം? കാറ് കഴുകണൂടെ? അപ്പം ഷാമ്പത്തും തീർത്താണല്ലോ. എങ്ങനെ? നിനക്കൊരു ഷർട്ടൊക്കെ കിട്ടുന്നത് അപ്പുറത്ത് പെമ്പിള്ളേരെ കൊള്ളാല്ലേ? അതിന് ട്രൗസറില്ലേ? വശീകരിക്കാൻ നോക്കണം. എന്നാ നീ കഴിയടാ. ഓരോരോ പ്രാന്തുകളി. അവനൊരു മരമുണ്ടായി ചുമ്മാ വണ്ടി ഓടിക്കാൻ അറിയില്ല. ഒന്നും നോക്കണ്ട, കേട്ടോടിക്കോ. ഞാൻ കഴിഞ്ഞ ദിവസം അവളുടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. നീ ആ രമ്യയുടെ പിന്നാലെ അടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇന്നേ വരെ അവളുടെ പിന്നാലെ അടക്കലല്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം നിനക്ക് ഉണ്ടായിരുന്നു ഇല്ല. അതാണ്
ഇത് നിർത്തോളൂ മോനെ, നിർത്തോളൂ. അച്ചാർ ബോസ്. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. കാരണം അവനേക്കാളും അവൾ ഇഷ്ടപ്പെടുന്നത് ഞാനാണ്. മനസ്സിലായില്ലേ? അമ്മേ പറ. എടാ ഇന്നും കൂടിയേ നീ ശോഭ ചേച്ചി കൂട്ടി പോയി ഭക്ഷണം കഴിക്കേ. ഇവിടെ നാളെ ഡിസ്ചാർജ് ആവുള്ളൂ. ഓ പിന്നെ നീ വാവേനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കോടാ. ഞങ്ങൾക്ക് പെങ്ങളല്ലേ? ആ ഭാഗ്യമുണ്ടാ. നീ പിടിച്ചോ. എനിക്ക് സങ്കടം ഉണ്ടാ, പക്ഷെ ഞാൻ പിടിച്ചിരിക്കുകയാണ് ഞാൻ. ഇങ്കെന്തേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാറുണ്ടായാലും ഇവിടെ എന്തേ പുള്ളി എന്തേ? മുടിയൊക്കെയുള്ള നാളൊരു കോലം കെട്ട് പോയല്ലോ നീ. എനിക്ക് നിന്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. എന്താട്ടാ? പൊതുവേ നിനക്ക് എല്ലാവരോടും ഒരു ബഹുമാനക്കുറവുണ്ട്. പക്ഷേ അത് നിനക്ക് തന്നെ അറിയാലോ. എന്താണ്? നിന്റെ ചേട്ടനില്ലേ അശ്വത്ത്, നിന്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു പെൺകുട്ടി വന്നിട്ടില്ലേ, അവളെ ഉണ്ണിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് കരുത്. നീയായിട്ട് അതിനോട് തടസ്സം നിൽക്കുന്നത് മോശമല്ലേ? നീ അവളെ നിന്റെ ഒരു ഏട്ടത്തിയായിട്ട് കാണണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരക്കിലാണ്. ഞാൻ ചേന്നവൻ വരെ ഒന്ന് പോകും. അതൊന്നും ഞാൻ എന്നാലും നിന്നോട് ഞാനോട് പറഞ്ഞ അമ്മേ അവനോട് പറ. അവൻ സ്റ്റുഡിയോ പോയേക്കാല്ലേ? അതേ അവനുണ്ട്. അവനോട് ഞാൻ അവനോട് പറഞ്ഞു. അവനെ വിട്ടേക്കാം, അവനെ വിട്ടേക്കാം. ജോലിക്ക് മുമ്പ് തന്നെ ആ നോട്ടാ. കട്ട് ചെയ്തോ, ഞാൻ വിട്ടേക്കാം. ശരി, വിട്ടേക്കാം. എടാ ഒന്നമ്മ പോയി കൊണ്ടുവന്നടാ, എനിക്ക് വേറെ സ്ഥലത്ത് പോകാൻ. ഞാനേ വേണ്ടാന്ന് വിചാരിച്ചാണ്. ഇനി പറയാണ്ടിരുന്നത് ശരിയല്ലേ? ഈ ബിജോയ് എന്ന് പറയുന്ന അവനുണ്ടല്ലോ, അവൻ ആരാണ്? വഴി കൂടെ പോകുമ്പോൾ പിടിച്ചെറിച്ച് ഉപദേശിക്കാനായിട്ട്. ഇനി അവൻ്റെ മോന്ത അങ്ങനെ അതിൻ്റെ മുമ്പിലുണ്ടാലുണ്ടല്ലോ. എടാ അപ്പുറത്തെ വീട്ടിലൊരു പെണ്ണ് വന്നു വിചാരിച്ചിട്ട് വഴി കൂടെ പോകണം നാട്ടുകാരും തന്നെ പിടിച്ചെടുത്ത് ഉപദേശിക്കാന്ന് വെച്ചാൽ നീ നാളെ ചോദിക്കേ. എടാ നീ പുറത്തേക്ക് പോവാണോ? ആ ഞാൻ അമ്മേനെ പിക്കാനായിട്ട്. ഞങ്ങളെ ആ അളന്തിക്കര ജംഗ്ഷനിലൊന്ന് ആക്കി തരാമോ? നീ വാ. നീ ഇത് നേരത്തെ ആണല്ലോ. അല്ല നമ്മളാരുടെയും കീഴിൽ ഈ പണിയെടുക്കുന്ന ടൈപ്പ് ജോലിയൊന്നും അല്ലല്ലോ. ഏത് എടാ ക്ലച്ചൊക്കെ ഒന്ന് പതുക്കെ റിലീസ് ചെയ്യ്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് വേണ. മീനാക്ഷി വണ്ടി ഓടി കയറിയോ? ഇവന് വണ്ടി ഓടിച്ച് വലിയ പരിചയമൊന്നുമില്ലേ? വണ്ടി ഇപ്പോൾ പോകുന്ന നോക്കോ. ശോഭിച്ച് ഇത് ആരടുത്ത് പറയണേ? എടാ സ്ഥിരം ആ പാലത്തിന്റെ അവിടെ വെച്ചിട്ട് വണ്ടി ഓഫ് ആവുന്നുണ്ട്. ഇത്തവണെങ്കിലും നീ ഓഫ് ചെയ്യണ്ടെന്ന് ഓടിച്ചോളൂ കേട്ടാ. എടാ എന്നാ പിന്നെ നീ അതൊക്കെ ആള് ഓടിച്ചോളൂ. എടാ കൊല്ലരുത്തിട്ട് ഞങ്ങൾ കൊണ്ട് പോയിട്ട് എന്നിട്ട് വെട്ടണ നല്ലത്. ഓടിക്കറിയാം. ചില സമയത്ത് ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു മിസ്സിംഗ് ഉള്ളതാണ്.
എനിക്ക് ഓവറായിട്ട് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തീരെ താല്പര്യമില്ല. അത് ആരായാലും വണ്ടിയൊക്കെ നോക്കി ഓടിക്കും. നേരെ നോക്കി ഓടിക്കടാ, എടാ നേരെ നോക്കി ഓടിക്കടാ. കയറ്റാണ്ട സീറ്റ് ബെൽറ്റ് ഇവിടത്തും വണ്ടിയോ പോകും. ഇത് സ്ഥിരമുള്ളതാണ്. വീകാരല്ലോ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇനി ഇറങ്ങി തള്ളണ. ഭാഗ്യം വീടെത്തിരോ എന്തുട്ടി വീഡിയോ കാണണേ? ഇത് കണ്ടല്ലോ. ഈ ചെടിയൊന്നും നനച്ചില്ലേ? ഒക്കെ ഉണങ്ങി പോയല്ല. അമ്മയ്ക്ക് ഒരു മോനും കൂടി ഇല്ലേ അതിൻ്റെ അടുത്ത് പറ. ഇനി ഇതിന്റെ അകത്തേക്ക് കയറുമ്പോ കാണാം എന്തൊക്കെ കാണിച്ചിട്ടേക്കണേന്ന്. ആ അടുക്കളയിലല്ലേ അവിടെ ലളിതേണ്ട പാചകമാണ്. അച്ചാറ് തരട്ടെ? ചെമ്മീൻ അച്ചാറാണ്, കഴിച്ചോ, നല്ല ടേസ്റ്റാണ്. നീ എവിടെ? നീ ഇന്ന് രാവിലെ സ്റ്റുഡിയോയിലും വന്നില്ലല്ലോ. ഇന്നലെ ഇന്നാരാ പ്രശ്നം? ചേട്ടനാണോ ചേട്ടൻ്റെ കൂട്ടുകാരനാണോ? ചേട്ടൻ തന്നെ. കഴിഞ്ഞ കാറിൽ വെച്ച് ഞാൻ ഡോസ് കൊടുത്താണ്. പക്ഷെ ഒന്നും കൂടെ ഏൽക്കണല്ലേ. അവനത് വിടുന്ന പ്രശ്നമല്ലടാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവനെ തിരിക്കണം. കുനിട്ട് ബുദ്ധിവല്ല വേണമെങ്കിൽ ഇതേ നാരദനല്ലേ ഇവിടെ നിൽക്കണേ. എന്താടാ ഇരുന്നത്? എന്റെ ചേട്ടൻ തന്നെ പ്രശ്നം. നീ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തടാ. അശ്വത്തല്ലേ, അവന് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ചില നമ്മളോട് പ്രേമം തോന്നും. പക്ഷെ അവനാണെങ്കിൽ പറയില്ല, കൈയും കാര്യം വെറുക്കേ. എൻ്റെ അപ്പുറത്ത് വീട്ടിൽ വന്നവളുടെ പേരെന്തായാലും മീനാക്ഷി. അവൾക്ക് വല്ല ലവർ എന്തേലും ഉണ്ടോ? ലവറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. ഞാൻ പറയണ കാര്യം നീ നൈസായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. സെറ്റാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേക്ക്. നീ ആരാണ്? വിശുദ്ധ പ്രേമത്തിന്റെ കർത്താവാ? കുറച്ച് ദിവസമായവൻ. എടാ മീനാക്ഷിയില്ലേ, അവൾക്ക് വേറെ ലൈൻ ഉണ്ട്. നീ എന്റെ പിന്നാലെ നിർത്തുന്ന നാണങ്ങളുണ്ടാ. നീ നാറാണ്, മനസ്സിലാക്ക്. അയ്യോടാ അവനോട് വിഷമായി. എടാ നിനക്കൊരു വിഷമില്ല. നീ എൻ്റെ മുമ്പിൽ അഭിനയിച്ച് കൂടി തകർക്കൊന്നും വേണ്ട കേട്ടാ. നമ്മുടെ മറ്റേ ജസ്റ്റിൻ്റെ പെണ്ണില്ലേ, അവൾക്കൊരു കൂട്ടുകാരത്തിണ്ട് മറ്റേ സായ് ബേക്കറിയിലേക്ക്. പ്രിൻസ് അവളെ നിന്റെ പേര് വെച്ചെന്ന് പറയണ്ടേ. എന്നാ പിന്നെ നീ അവളെ അങ്ങോട്ട് പ്രേമിക്കേ. ഇങ്ങോട്ട് വന്നിരുന്നവരെ ഇതിലും ഭേദാണ് എൻ്റെ അമ്മോ. എന്തത്ര ആലോചിക്കാൻ? ഒന്നുമില്ല. പ്രിൻസിന്ന് നല്ലതാണെന്നുണ്ട്. നീ കയറ്. ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല. My shadow's the only friend that I have. My shadow's the only friend that I have. എന്റെ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. നമുക്ക് നോക്കാം. ഞാനിവിടെ വന്നേക്കണ അവിടെ കൊണ്ടുപോകാനാണെങ്കിൽ കൊണ്ടുപോയി. നീ ഏതാണ്? എപ്പെട്ടെന്ന് വന്നാണ് നീ? ഇതൊക്കെ തനിക്കറിഞ്ഞിട്ട് എന്തിനാടോ? പ്രേമത്തിന്റെ വില അറിഞ്ഞൂടെ? എന്റെ പൊന്നി കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. എന്റെ കൊച്ചിനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ പറ്റില്ല. എന്താ പറ്റാത്ത? ഞാൻ വിളിച്ചവളെ ഇറങ്ങി വന്നിരിക്കും. സനലിനൊരൊറ്റ വാക്കുള്ളൂ. എന്നിരുന്നാലും നീ വിളിച്ചവള് വരുമെങ്കിൽ നീ കൊണ്ടുപോക്കോ. മീനു ഇറങ്ങി ആടി. പിന്നെ പിള്ളേർക്ക് കാണാൻ പറ്റിയ ഒന്നുമില്ല ഇവിടെ. കാഴ്ച കാണാൻ അവിടുത്തെ ആ പെൺകൊച്ചിനെ വിളിച്ചോണ്ടോ വന്നത് അവൻ. ആരോ ഫോൺ വിളിച്ചു വരുത്തിയത് അവനെ. ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോണില്ല. ഞാൻ നിക്കണത് അവരുടെ കൂടെ വന്നേക്കണതാ. നീ
ഇവര് പറയണൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് ഇറങ്ങിയ. അയ്യോ സല്ലേട്ടാ, ഞാൻ നോക്കിയാണ് വണ്ടിയിലോട്ടൊന്ന് കയറി. വൈകിട്ടെങ്കിലും കല്യാണം. ഏടാ വാടാ പോടാ, വണ്ടി എടുക്ക. എന്താ ഇവനൊക്കെ ഇത് ഏതാ? എന്താണത്? സിമ്പിൾ ആയിട്ടുള്ള പെണ്ണിക്കണോ? ഇതേ തീർന്നില്ലത്. എനിക്ക് മനസ്സിലായടാ നിനക്ക് എന്നെ എന്തൊരു ഇഷ്ടമാണ്. അന്ന് നീ അവളുടെ വയസ്സ് പറഞ്ഞില്ലേ, അന്ന് ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് പുച്ഛിച്ച്. എന്നാലും നിനക്കതങ്ങനെ മനസ്സിലായടാ. അത് നിന്നോട് നേരിട്ട് പറഞ്ഞോളൂ. ചേട്ടാ എത്രയായി ബില്ല് അവിടെ പറഞ്ഞു. ബില്ല്? ആ എന്താ പേര്? പ്രിൻസി. ആ My big brother is gonna come creep you up. I bet you better leave all you be the ones to fuss. My big brother, baby's a thirsty. You will worry about this forever and ever.